ഇന്ന് നമുക്ക് നാടൻ മാങ്ങ അച്ചാർ എളുപ്പത്തിൽ തയ്യാറാക്കിയാലോ? മാങ്ങ അച്ചാറിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോഗ്രാം മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് ഏകദേശം 2 ടേബിൾ സ്പൂൺ, നല്ലെണ്ണ 200 ml, കടുക് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 8 തല്ലി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വറ്റൽമുളക് 2-3 എണ്ണം, കറിവേപ്പില 3-4 തണ്ട്, ഉലുവ വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. കായപ്പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ എരിവ് കുറഞ്ഞ പിരിയമുളക് പൊടിയാണ് ചേർക്കുന്നത്. 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എരിവ് കൂടിയ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല, 3-4 ടേബിൾ സ്പൂൺ മതിയാവും. വിനാഗിരി ഓപ്ഷണലാണ്, വേണ്ട എങ്കിൽ ഒഴിവാക്കാം. ഇനി നമുക്ക് കേരളത്തിൻ്റെ സ്വന്തം മാങ്ങ അച്ചാർ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 1 കിലോഗ്രാം മാങ്ങ നന്നായി കഴുകി വെള്ളം കളഞ്ഞ് തുടച്ച് വെച്ചിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ നമ്മളിന്ന് അച്ചാർ ഉണ്ടാക്കുന്നത്. മാസങ്ങളോളം കേടാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാങ്ങയുടെ തൊലി കനം കുറച്ച് ഒന്ന് ചെത്തിയെടുക്കാം. തൊലിയോടുകൂടി അച്ചാറിടുന്നതാണ് ഇഷ്ടമെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. പിന്നെ ഒത്തിരി മാങ്ങ അച്ചാറിടുകയാണെങ്കിലും തൊലി കളയാതെ തന്നെ അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ കുറച്ച് മാങ്ങ ആയതുകൊണ്ട് ഞാൻ എളുപ്പത്തിലൊന്ന് തൊലി ചെത്തുകയാണ്. ഇനി ഇതൊന്ന് പൂളി ചെറുതായി അരിഞ്ഞെടുക്കാം. കയ്യിൽ വെച്ച് ഇതുപോലെ വേണമെങ്കിലും അരിയാം. ഇങ്ങനെ അരിഞ്ഞാൽ കൈ മുറിയാതെ സൂക്ഷിക്കണം. ഇതല്പം താമസമായതുകൊണ്ട് നമുക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ച് എളുപ്പത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. കട്ടിംഗ് ബോർഡും നനവില്ലാത്ത ആയിരിക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അങ്ങനെ മാങ്ങ അരിഞ്ഞു കഴിഞ്ഞു. ഇതൊരു നനവില്ലാത്ത പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഉപ്പ് കുറേശ്ശെയായി ചേർത്തിളക്കാം. മാങ്ങയുടെ പുളി അനുസരിച്ച് ഉപ്പിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വരും. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർക്കുന്നത്. കല്ലുപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിങ്ങനെ കുറഞ്ഞത് 1 മണിക്കൂർ വയ്ക്കണം. മാങ്ങയിൽ ഉപ്പ് പിടിച്ച് അതിൽ നിന്നും വെള്ളം ഊറി വരുന്നത് കാണാം. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 200 ml നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാർ ഉണ്ടാക്കാൻ നല്ലെണ്ണയാണ് ഏറ്റവും അനുയോജ്യം.
എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം തീരെ കുറച്ച് വയ്ക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. വറ്റൽ മുളകും ചേർത്തിളക്കാം. കഴുകി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചേർക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. കായപ്പൊടിയും ഉലുവ വറുത്ത് പൊടിച്ചതും ചേർത്തിളക്കാം. കട്ടക്കായമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചൂടാക്കി ഒന്ന് പൊടിച്ച് ചേർത്തോളൂ. ഇനി പാൻ ഒന്ന് ഇറക്കി വെക്കാം. ചെറു ചൂടോടെ മുളക് പൊടി ചേർത്തിളക്കാം. തിളയ്ക്കുന്ന എണ്ണയിലേക്ക് മുളക് പൊടി ചേർത്താൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. പിന്നെ വിനാഗിരി ഓപ്ഷണലാണ്, ചേർക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കാവുന്നതാണ്. അച്ചാർ മാസങ്ങളോളം കേടുകൂടാതെ ക്രിസ്പിയായി ഇരിക്കണമെങ്കിൽ അല്പം വിനാഗിരി ചേർക്കാം. ഏകദേശം 3-4 ടേബിൾ സ്പൂൺ മതിയാവും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഉപയോഗിച്ച് തീർക്കാനാണെങ്കിൽ വിനാഗിരി ഒഴിവാക്കാം. അല്പം ക്രിസ്പിനെസ് കുറഞ്ഞ് മാങ്ങ അലിഞ്ഞു വരുമെന്നേ ഉള്ളൂ. അങ്ങനെ അലിഞ്ഞു വരുന്ന മാങ്ങാച്ചാറിന് ഇഷ്ടമെങ്കിൽ വിനാഗിരി ചേർക്കാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. മാങ്ങയും മസാലയും കൂടി നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ മുളകിൻ്റെ എരിവ് അല്പം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ പഞ്ചസാര അവസാനം ചേർക്കാവുന്നതാണ്. നന്നായി തണുത്തതിന് ശേഷം നനവില്ലാത്ത ചില്ല് കുപ്പിയിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. വിനാഗിരി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം പുറത്ത് വെച്ചിരുന്നാലും കുഴപ്പമില്ല. പിന്നെ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അച്ചാറുകളൊന്നും പ്ലാസ്റ്റിക് ബോട്ടിൽ സൂക്ഷിക്കരുത്. അതുപോലെ നനവുള്ള സ്പൂൺ കൊണ്ട് അച്ചാർ എടുത്താൽ പൂപ്പലുണ്ടാവും. പ്ലാസ്റ്റിക് സ്പൂണോ സ്റ്റീൽ സ്പൂണോ അച്ചാർ കുപ്പിയിൽ മറന്നിട്ട് വയ്ക്കരുത്. പിന്നെ അലുമിനിയം ചീനച്ചട്ടിയിൽ അച്ചാർ ഉണ്ടാക്കുന്നതും സൂക്ഷിക്കുന്നതും ഒഴിവാക്കുമല്ലോ. ഇതുപോലെ നാടൻ മാങ്ങാച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.